ഹലോ എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ലൈഫ് സ്റ്റൈൽസ്. അപ്പോൾ ഇത് ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഇത് ഏകദേശം ഒരു മാസത്തോളം ആവാറായി. ഇപ്പോഴാണ് ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ തോന്നിയത്. അങ്ങനെ ഞാനിന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒത്തിരി എക്സ്പെക്റ്റേഷനോട് കൂടിയൊന്നും കാണരുത് കേട്ടോ. നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിൽ സമയം ഏകദേശം 7:15 ആയിട്ടുണ്ട് കേട്ടോ. ആദ്യകൂട്ടൻ നല്ല ഉറക്കത്തിലാണ്. എനിക്ക് നേരം വെളുക്കുന്നത് ഈ ഒരു സമയത്താണ് കേട്ടോ. പിന്നെ രാവിലെ പതിവ് പോലെ നമ്മുടെ ബ്രഷിങ്ങും പരിപാടികളൊക്കെയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് അടുക്കളയിലോട്ടാണ്. ഇവിടെ ചേച്ചിക്കും മോനൊക്കെ സ്കൂളിൽ പോകേണ്ട കാരണം നമ്മുടെ അടുക്കളയിലെ പരിപാടികളൊക്കെ നേരത്തെ തന്നെ ആവും കേട്ടോ. ഞാൻ എണീറ്റ് ചെല്ലുമ്പോഴേക്കും അമ്മ ചോറും പിന്നെ ഉപ്പേരിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കടച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് കടച്ചക്ക വെച്ചിട്ട് മസാലക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനും അമ്മയും കൂടെ വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ട് നിന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അമ്മ അവിടെ നിൽപ്പുണ്ട്. അതാണ് ഞാനിങ്ങനെ എത്തി നോക്കി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല യമ്മി ആയിട്ടുള്ള കടച്ചക്ക മസാലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആദ്യകുട്ടൻ നീച്ചു വന്നു. രാവിലെ എണീച്ച മൂപ്പരുടെ മൂടൊന്ന് റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ആ സമയത്തില്ലേ ബിഗ് ഡോഗ് വന്നു. അമ്മ പേടിച്ചു. ഈ ഡോഗിന്റെ സൗണ്ട് കേട്ടപ്പോ ഗോസ്റ്റ് വന്നു. വന്നു. അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ ആദ്യക്കുട്ടനെ വിളിക്കും, ഓടിക്കോ ഗോസ്റ്റ് ഓടിപ്പോയി. ഇങ്ങനെയുള്ള തട്ടിപ്പ് കഥകൾ പറഞ്ഞാണ് കേട്ടോ ഞാൻ ആദ്യകൂടനെ ചാക്കിലാക്കണത്. പൊതുവെ മൂപ്പരാൾക്ക് ഈ ഗോസ്റ്റിൻ്റെയും സോംബിയുടെ ഒക്കെ കഥ കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടം. കാർട്ടൂണും അങ്ങനത്തെ ഉള്ളതാണ് കേട്ടോ അവൻ മെയിനായിട്ട് കാണുന്നത്. രാവിലെ എണീച്ച പാടെ അവൻ്റെ അച്ഛനെ അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ ആദ്യക്കുട്ടൻ ബ്രഷ് ചെയ്യാൻ തുടങ്ങി. അവൻ എപ്പോഴൊക്കെ ബ്രഷിൽ പേസ്റ്റാക്കി കൊടുത്താലും സിപ്പപ്പ് വലിക്കണ പോലെ ആഞ്ഞ് വലിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പിന്നെ അവൻ ബ്രഷ് ചെയ്ത് തുടങ്ങുള്ളൂ. ബ്രഷ് ചെയ്ത് വന്ന ആദ്യക്കുട്ടന് ദോശ ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ അടുത്ത പരിപാടി. അവന് കുറച്ച് കട്ടിയിൽ അധികം പരത്താത്ത ദോശയാണ് ഇഷ്ടം. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് നമ്മൾ ആദ്യക്കുട്ടന് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത്. അടി ദോശ ദോശ ദോശ. അമ്മ കറി ഒഴിക്കട്ടെ? Then what do you want? ഷുഗർ? അയ്യോ, ഷുഗർ കഴിക്കാൻ പാടില്ല, കുറച്ച് മതിയോ? അങ്ങനെ ഷുഗറും സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആദ്യക്കുട്ടൻ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും ആദ്യക്കുട്ടനും ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഈ ഒരു സമയത്ത് ഞാനിത് ആരുവിനോട് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഇത് ചേച്ചിയുടെ രണ്ടാമത്തെ മോനാണ് കേട്ടോ. മൂപ്പരാൾക്ക് ഇപ്പോൾ ഏകദേശം 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പുറത്തേക്കുള്ള വഴിയാണ് അവൻ എനിക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മൂപ്പരാൾക്ക് പുറത്ത് കറങ്ങി നടക്കാനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നമ്മുടെ ഈ വെക്കേഷൻ ഈ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയമായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എസ്പെഷ്യലി നമുക്ക് പുറത്ത് പോകേണ്ട കാര്യങ്ങൾക്കൊക്കെ ഏകദേശം എപ്പോഴും മഴയായിരിക്കുമല്ലോ ഈ ഒരു സമയത്ത്. ഇനി എനിക്കും അമ്മയ്ക്കുമുള്ള ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചൂടോടുകൂടെ കഴിക്കാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റായ ദോശയും കടച്ചക്ക മസാലക്കറിയാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലുള്ള സാധാരണ കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിലുള്ളൂ കേട്ടോ. പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ദിവസങ്ങൾ എൻജോയ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ നമ്മുടെ ജോലിയും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും പിന്നെ മോൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ടൈം നമുക്ക് ഓരോ തിരക്കായിരിക്കും. ഇവിടെ വരുമ്പോൾ നമുക്ക് തന്നെ കുറച്ച് സ്ലോ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാനത് ഹൗസ് ക്ലീനിങ്ങിലോട്ട് കിടക്കാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം ബ്രേക്കൊക്കെ എടുത്ത് ഫോണിലൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി തുടയ്ക്കലാണ്. തുടയ്ക്കാൻ എനിക്ക് നല്ലൊരു അസിസ്റ്റൻ്റ് ഉണ്ട് കേട്ടോ. ആൾ നല്ല വൃത്തിയായിട്ട് പണികളൊക്കെ ചെയ്തോളും. അവൻ്റെ തുടയ്ക്കലിന് ശേഷം ഞാൻ ഒന്നും കൂടി അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ഇപ്പം സമയം ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ആരുവിനും ആദിക്കും ബനാന കൊടുക്കുന്ന ടൈമാണ്. അമ്മ ആര്യക്കുട്ടനും അച്ഛനതേ ആദിക്കും ബനാനയാണ് കേട്ടോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ അവൻ്റെ പഴം കഴിക്കലിനൊക്കെ ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ അവനെ കുളിപ്പിച്ചു കൊണ്ടുവന്നു കേട്ടോ. ആദ്യക്കുട്ടനെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാനും പോയി കുളിച്ചു കിട്ടാം. ഇവിടെ വന്നതിന് ശേഷം ഏകദേശം എൻ്റെ കുളി ഉച്ച സമയത്താണ്. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആദ്യക്കുട്ടൻ അവൻ്റെ കംപ്ലയിൻറ്റ് ബോക്സ് തുറന്നു കേട്ടോ. പുള്ളിക്കാരൻ ഇവിടെ വന്നപ്പോഴാണ് മലയാളം കറക്റ്റായിട്ട് പറയാനൊക്കെ പഠിച്ചത്. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് മലയാളം വേർഡ്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് അവന് ഫുഡ് കൊടുക്കാനുണ്ടോ, പ്രത്യേകിച്ചും ചോറ് കൊടുക്കാൻ. ചോറ് കഴിക്കാൻ അവന് ഭയങ്കര മടിയാണ്. ഒത്തിരി പണിപ്പെട്ടിട്ടാണ് പുള്ളിക്കാരന് ചോറ് കഴിപ്പിക്കുന്നത്. കഴിച്ചിട്ട് വേണം പോവാൻ. ഇവിടെ വാ, അതീ പീക്കോക്കിനെ കണ്ടോ? അങ്ങനെ ഒരുപാട് നേരത്തെ യുദ്ധത്തിന് ശേഷം നമ്മുടെ ആദ്യക്കുട്ടന് ഫുഡ് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാനും അമ്മയും കൂടി കഥയൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുകയാണ്. നമുക്ക് രാവിലത്തെ വെച്ച മസാലക്കറിയും പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയും അച്ചാറൊക്കെയാണ് കേട്ടോ ഉച്ചയ്ക്ക് ലഞ്ചിനുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഞങ്ങളുടെ ഒരു പവർ നാപ്പിൻ്റെ ഒരു ടൈമാണ് കേട്ടോ. കുറച്ച് നേരം ഞാനും ആദ്യം കൂടി ഒന്ന് കിടന്ന് ഉറങ്ങും. എന്താ ചെയ്യണേ? എന്താ ചെയ്യണേ? അപ്പോൾ ഇപ്പം സമയം ഏകദേശം ഒരു 5-5:30 ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പുതിയതായിട്ട് വെക്കുന്ന വീടാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആദ്യം കൂടിയിട്ട് വൈകുന്നേരം അവിടെയുള്ള പണിക്കാരൊക്കെ പോയി ഇപ്പോൾ നമ്മൾ അവിടെ അന്ന് എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ പോയി നോക്കുമായിരുന്നു കേട്ടോ. കൊതു കടിച്ചോ? അങ്ങനെ ഇനി ഞാൻ ഡിന്നറിനുള്ള പരിപാടികൾ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തിയും ചെറുപയർ കറിയാണ് നൈറ്റിലേക്ക്. എൻ്റെ വീട്ടിൽ ഞാൻ ഫുൾ ചോറായിരുന്നു കേട്ടോ, ഉച്ചയ്ക്ക് ചോറ് രാത്രി ചോറും. പക്ഷേ കിച്ചൻ്റെ വീട്ടിൽ രാത്രി ചപ്പാത്തിയും കറികളൊക്കെയാണ് അധികം ഉണ്ടാവുക. അപ്പോൾ എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തിയും ചെറുപയർ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ചെറുപയറൊക്കെ കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഏട്ടനേ കുളിക്കണ്ടേ? ഏട്ടൻ കുളിക്കാൻ കഴിയാണ്.
അങ്ങനെ നമ്മുടെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. അടുത്ത പരിപാടി ചപ്പാത്തി ഉണ്ടാക്കലാണ് കേട്ടോ. ചപ്പാത്തി പരത്തുന്നത് നമ്മുടെ ഡ്യൂട്ടിയും ചുടുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. എനിക്കിത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു, നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് നമ്മുടെ അമ്മായിയമ്മ മരുമകൾ സീരിയലായാലും പല സിനിമകളിലായാലും. പക്ഷേ ആക്ച്വലി അത് അങ്ങനെയല്ല കേട്ടോ. ഒത്തിരി നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 വർഷത്തോളം ആവാറായി. ഈ 6 വർഷത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരാൾ അമ്മയാണ് കേട്ടോ. അമ്മ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് എന്ത് കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറ്റിയ ഒരു ന്യൂജൻ ടൈപ്പ് ഓഫ് ഒരു അമ്മയാണ് കേട്ടോ. ഒരു അമ്മായിയമ്മ എന്നുള്ള ഫീൽ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അയ്യോ 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 അതി അമ്മേനെ ഇഷ്ടമാണോ? എത്ര ഇഷ്ടാ? ഓ 100 ഇഷ്ടമാണോ? അമ്മ ചേച്ച ഫുഡ് കഴിക്കാൻ ടൈമായപ്പോൾ അവൻ നമ്പർ ഇറക്കി മുകളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ അവന് ഭയങ്കര മടിയാണ്. പല നമ്പറുകൾ ഇറക്കിയിട്ടാണ് അവനെ കൊണ്ട് ഞാൻ ഫുഡ് കഴിപ്പിക്കുന്നത്. ഫൈനലി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ. ആദ്യക്കൂട്ടൻ ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു ഡേയിൽ ഉണ്ടായത്. കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, വളരെ നോർമലായി നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കാര്യമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ടാറ്റ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.